വയലൻസും സെൽഫ് ഹേർട്ടിങ്ങും മുറിവുകളും രക്തവും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടാകും. അത് കാണാൻ താല്പര്യമില്ലാത്തവർ ദയവായി ഇവിടം വെച്ച് ഈ വീഡിയോ കാണുന്നത് അവസാനിപ്പിക്കുക. ഒരു ഡിസ്കഷൻ ത്രെഡിൽ കണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുള്ള ഒരു മൂവി ഏതാണെന്ന്. പലരും പറഞ്ഞത് ഒരു ഉത്തരമാണ് മാറ്റ. 2008 പാസ്കൽ ലോഗർ സംവിധാനം ചെയ്ത ഒരു ഫ്രഞ്ച് മൂവി, എ സൈക്കോളജിക്കൽ ഹൊറർ ഫിലിം. ട്രോമയുടെയും പ്രതികാരത്തിന്റെയും ഒക്കെ തീമാണ് ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത്, ബട്ട് ഇൻ എ വെരി ബ്രൂട്ടൽ വേ. ഒരു കൾട്ട് അഥവാ ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഇവർ ധാരാളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് ബേസ്മെന്റോ വെയർഹൗസ് പോലുള്ള സ്ഥലങ്ങളിലിട്ട് അവരെ ടോർച്ചർ ചെയ്യുകയാണ്. ഈ ടോർച്ചർ എത്രത്തോളം കൂടുന്നോ എങ്കിൽ മാത്രമേ അവരുടെ ആ മോട്ടീവ് നടക്കുള്ളൂ എന്ന് വെച്ചാണ് ഇവരെ ബ്രൂട്ടലി ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ഒരു പോയിന്റ് പറയുവാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ തൊലി വരെ ഉരിക്കുന്നുണ്ട് അവളെ അത്രയും ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൂസി എന്ന പെൺകുട്ടി ഇതുപോലെ അവളുടെ ചെറുപ്പകാലത്ത് തട്ടിക്കൊണ്ടുവന്ന് ബന്ധനത്തിലാക്കി അവളെ ടോർച്ചർ ചെയ്ത് കൊല്ലുകയാണ്. ഒടുവിൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടും അവളെ ആ ട്രോമ വിട്ടുമാറുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അവൾ കണ്ടുപിടിക്കുകയാണ് അവളെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരാരാണെന്ന്. അവരോട് പ്രതികാരം ചെയ്യാൻ വരുന്നതാണ് സിനിമയുടെ പാതി വരെ. എന്നാൽ സിനിമയുടെ പാതിക്ക് ശേഷം കഥ മാറുകയാണ്. പ്രതികാരത്തിൽ നിന്ന് ഫാർ ഡീപ്പറായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലേക്ക് സിനിമ നീങ്ങുകയാണ്. മോഡേൺ ഹൊറർ മൂവീസിന്റെ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ടാണ് ഈ സിനിമയെ കാണുന്നത്. ഹൊറർ മൂവി ഫാൻസുകാർ ഈ സിനിമയെ ഒരു മാസ്റ്റർ പീസായും എ പീസ് ഓഫ് ആർട്ടായും വിശേഷിപ്പിക്കുന്നു. സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു ടെറിഫൈങ് ഗട്ട് വ്രെഞ്ചിങ് ഫീലാണ് നമുക്ക് തരുന്നത്. എന്നാൽ ക്ലൈമാക്സിലെ ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, അത് ഒരു ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേ അറ്റം വരെ പോവുകയാണ്. ഇതിന്റെ അമേരിക്ക വെർഷൻ ഇറങ്ങിയെങ്കിലും ഒറിജിനലിന്റെ വാലയെ കെട്ടാനില്ലായിരുന്നു അത്. ടോർച്ചർ പോൺ എന്നൊരു കാറ്റഗറിയിലേക്ക് പലരും സിനിമയെ ഉൾപ്പെടുത്താൻ നോക്കിയെങ്കിലും ശരിക്കും സിനിമ വന്നിരുന്നത് ന്യൂ ഫ്രഞ്ച് എക്സ്ട്രീമിറ്റി എന്നൊരു ജോണറിലാണ്. 2000ന്റെ തുടക്കത്തിൽ ഫ്രാൻസിൽ കണ്ടുവന്നിരുന്ന ഒരു ഫിലിം മൂവ്മെന്റ് ആണിത്. മനുഷ്യരുടെ വേദന, വയലൻസ്, സെക്ഷുവാലിറ്റി, ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ ഒരു ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വേയിൽ കാണിച്ചുകൊണ്ട് ധാരാളം ഫ്രഞ്ച് ഫിലിംസുകൾ ഈ മൂവ്മെന്റിന്റെ ഭാഗമായി ഇറങ്ങിയിരുന്നു. ഡെഫിനറ്റ്ലി ഐ വിൽ നെവർ വാച്ച് ദിസ് മൂവി ടോയ്സ്. ഗോറിനെ, ക്രൂവാലിറ്റിനെ, ഡിസ്കംഫർട്ടിനെയൊക്കെ ഈ മൂവി ടുക്ക് ടു എ ഓൾ ന്യൂ ലെവൽ. പക്ഷേ വ്യത്യസ്തമായൊരു സിനിമ അനുഭവം തേടുന്നവരും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് നിങ്ങളെങ്കിൽ വേറിട്ടൊരു അനുഭവത്തിനായി ഈ സിനിമ നിങ്ങൾക്ക് കാണാവുന്നതാണ്.